ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. കാർത്തി വേഴ്സസ് പവൻ കല്യാൺ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തിരുപ്പതി ലഡു വിഷു, അതായത് ആ ലഡുവിലെ മൃഗക്കൊഴുപ്പ്, പന്നി, അതായത് ബീഫ്, പന്നി മുതലായവ നെയ്ക്ക് പകരം ചേർത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അതൊരു വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ രാജ്യം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിനെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു തിരുപ്പതി ലഡു കോൺട്രവേഴ്സി എന്നത്. അപ്പോൾ അതിലിപ്പോൾ കാർത്തി പെട്ടിരിക്കുകയാണെന്ന് പറയാം. കാർത്തി, തമിഴ് നടൻ സൂര്യയുടെ അനിയൻ കാർത്തി, അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ മെയ്യഴകൻ്റെ പ്രീ റിലീസ് ഈവൻറ്റിനായിട്ട് ഹൈദരാബാദിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചൊരു കമൻറ്റ് നടത്തിയതിൽ ഒരു തമാശ കലർന്ന രീതിയിലൊരു അഭിപ്രായം പറഞ്ഞതാണ് ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ആയിട്ട് ലഡുവിനെ കുറിച്ച്, അതായത് തിരുപ്പതി ലഡുവിനെ കുറിച്ചുള്ള ഇത് പറഞ്ഞതാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം മെയ്യഴകൻ, അദ്ദേഹവും അരവിന്ദ് സ്വാമിയും മുഖ്യ വേഷങ്ങളെത്തുന്ന ചിത്രമാണ്. സൂര്യയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. അപ്പോൾ അതിൻ്റെ പ്രീ റിലീസ് ഈവൻറ്റ് അത് തെലുങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ട്. സത്യം സുന്ദരം എന്ന പേരിലാണ് തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സൂര്യയ്ക്കും കാർത്തിക്കുമൊക്കെ തെലുങ്കിൽ വലിയൊരു മാർക്കറ്റ് ഉള്ളതാണ്. സൂര്യയ്ക്ക് വലിയൊരു ഫാൻ ബേസും വലിയൊരു മാർക്കറ്റും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ ബ്രദർ ആയതുകൊണ്ട് തന്നെ കാർത്തിക്കും അവിടെ ഒരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോൾ ആ ഒരു വേദിയിൽ ആങ്കർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ സിരുത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിരുത്തെ സിനിമയിലെ ഡയലോഗാണ്, കണ്ണ 2 ലഡു തിന്നെ ആസയാന്ന് പറഞ്ഞൊരു ആ ഒരു രീതിയിലുള്ളൊരു മെമ്മിങ്ങനെ മീംസ്, ആ രീതിയിലുള്ളൊരു മീംസ് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കാർത്തി പ്രതികരിച്ചത്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, അപ്പോൾ ലഡുവിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നൊരു രീതിയിലൊരു തമാശ രീതിയിലുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുകയും പിന്നീട് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയും ചെയ്തു. ആ ഒരു ഇഷ്യൂ ഓൾറെഡി അതിങ്ങനെ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ് രാജ്യം മൊത്തം. അതോടൊപ്പം ആന്ധ്രാപ്രദേശും ഇങ്ങനെ വലിയധികം ആന്ധ്രാപ്രദേശിലെ 2 സർക്കാരുകൾ തമ്മിലുള്ള ഒരു ബാക്ക്പോരിലേക്ക് വരെ പോയ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഇഷ്യൂവിൽ ഇങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോഴേക്കും അത് ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രി, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ പവൻ കല്യാൺ, അതോടൊപ്പം അവിടുത്തെ സിനിമയിലെ തെലുങ്ക് സിനിമയിലെ ഒരു സൂപ്പർ താരം കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്, ചിരഞ്ജീവിയുടെ അനിയനാണ് പവൻ കല്യാൺ. അപ്പോൾ അദ്ദേഹം ഈ വിഷയം ഏറ്റെടുക്കുകയും അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതായത് ആക്ടേഴ്സൊന്നും ഇതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ വിഷയത്തെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം മീഡിയക്കാർ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ പറയുകയും, കാർത്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയും, ഇത് പിന്നെ വലിയൊരു വൈറലായതോടുകൂടി കാർത്തി ഇതിന് എതിരെ പവൻ കല്യാണോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അതായത് എക്സിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും പിന്നീട് പവൻ കല്യാൺ അത് കാർത്തിയുടെ ഇതിന് മാപ്പ് സ്വീകരിച്ചുകൊണ്ട് പടത്തിന് ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുത്തുകൊണ്ട് കാർത്തിയെ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് സൂര്യ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് പ്രതികരിച്ചു. സൂര്യ പവൻ കല്യാണിനോട് നന്ദി അറിയിച്ചു, ആശംസകൾക്കെല്ലാം നന്ദി സാർ എന്ന് പറഞ്ഞ് സൂര്യയും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു കോൺട്രവേഴ്സി, അതായത് തിരുപ്പതി കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഇപ്പോഴിതാ പറഞ്ഞ സിനിമയ്ക്കൊരു പ്രൊമോഷൻ പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏതായാലും കാർത്തി മാപ്പ് പറഞ്ഞതോടുകൂടി ആ ഒരു പ്രശ്നം എങ്ങനെ അവിടെ ഒതുങ്ങി. പിന്നീട് പവൻ കല്യാൺ മാപ്പ് സ്വീകരിക്കുകയും പിന്നീട് സൂര്യ അതിന് പവൻ കല്യാണോട് നന്ദി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ ഒതുങ്ങുകയാണ്. ഏതായാലും ഇത് സിനിമയ്ക്കെന്ന് പറയുന്നത് വലിയൊരു പ്രൊമോഷനായിട്ടാണ് മാറിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തിരുപ്പതി ലഡുവിൻ്റെ പേരിൽ ഏതായാലും ഈ ഒരു ഇതോടുകൂടി ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു. മെയ്യഴകൻ എന്നത് പൊളിറ്റിക്സ് പരമായിട്ടൊക്കെ ഇത് വലിയ രീതിയിലേക്ക് പോയതോടുകൂടി പടത്തിന് ഏതായാലും ഒരു എക്സ്ട്രാ പ്രൊമോഷനാണ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും പടത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. അതോടൊപ്പം തമിഴ്നാട്ടിലും വലിയൊരു പ്രൊമോഷൻ ഏതായാലും ഈ ഒരു വിഷയത്തോടു കൂടി ഈ പടത്തിന് കിട്ടി. ഏതായാലും പ്രീ റിലീസ് ഈവൻറ്റിന് ഇങ്ങനെ കാർത്തി ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ഒരു തമാശ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല, കാരണം നൻപൻ ഓഡിയോ ലോഞ്ചിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നൻപൻ ഓഡിയോ ലോഞ്ചിൽ കാർത്തി സംസാരിക്കുമ്പോൾ വിജയൊക്കെ തൊട്ട് താഴെ ഇരിപ്പുണ്ടായിരുന്നു. സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാരക്ടർ നെയിമിനെ ഒന്ന് കളിയാക്കിയുണ്ടായി. അതാ വസക്കി കൊസപ്പുക്കൾ എന്നുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ നെയിമിനെ വളരെ തെറ്റായിട്ടൊരു ജോക്ക് അടിച്ചുകൊണ്ട് കളിയാക്കിയും പിന്നീട് വിജയ് ഫാൻസിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ മാപ്പ് ചോദിക്കുകയും ചെയ്തൊരു സംഭവം ഇങ്ങനെ ഓർമ്മയിൽ വന്നു. അപ്പോഴത്തേക്കും ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. അതേതായാലും ഇപ്പോൾ വലിയൊരു കോൺട്രവേഴ്സിയായി മാറുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഏതായാലും മെയ്യഴകൻ എന്ന ചിത്രത്തിന് അതൊരു എക്സ്ട്രാ പ്രൊമോഷനാണെന്നാണ്
എനിക്ക് തോന്നിയത്. ഏതായാലും തിരുപ്പതി ലഡു ഇഷ്യൂ ഇങ്ങനെ സെലിബ്രിറ്റികളുടെ ഇടയിലും ഇപ്പോൾ ഇങ്ങനെ വലിയ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആന്ധ്രാപ്രദേശിൽ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഈ തിരുപ്പതി ലഡു കോൺട്രവേഴ്സി എന്നത്. ലഡുവിൽ ബീഫ്, പന്നി മുതലായവ നെയ്ക്കുവാൻ ഉപയോഗിച്ചു എന്നൊരു ഇഷ്യൂ ചന്ദ്രബാബു നായിഡു പുറത്തുവിട്ടപ്പോൾ തൊട്ട് ഇപ്പോഴിതാ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ഒടുവിൽ പവൻ കല്യാണം ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്ന് പറയാം. തിരുപ്പതി ലഡു കോൺട്രവേഴ്സി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.